ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി.എസ്.സി വേൾഡ്. ഇനി തേർഡ് സ്റ്റേജ് ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത് കേട്ടോ. നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജസിലായിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളുടെ കയ്യിൽ ഉണ്ട്. ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ത്രൂ പോയപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ട് തേർഡ് എഴുതാൻ പോകുന്നവർ ഒരു ടെൻഷനിലൊക്കെ ആയിരിക്കും, നമുക്കിനി എന്ത് സംഭവമാണാവോ വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് പറയിട്ടൊന്നാവണ്ട, വരണ പോലെ വരട്ടെ, അങ്ങനെ തന്നെ ചിന്തിക്കാം. നമുക്ക് ജസ്റ്റ് പാസ്സാവുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ റാങ്ക് ഒന്നും വേണ്ട, കാരണം പ്രിലിംസിന് അത് മതി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഹോട്ട് ടോപ്പിക്സ് നല്ലവണ്ണം കോൺസെൻട്രേറ്റ് ചെയ്യുക, PYQ നല്ലവണ്ണം കോൺസെൻട്രേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ MEM നല്ലവണ്ണം നേടാൻ ശ്രമിക്കുക. ഇതാണ് ഏറ്റവും നല്ലൊരു സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കതിലേക്ക് എലിമിനേഷൻ വഴിയാണെങ്കിൽ നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിലും നമുക്ക് എന്താണ് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റണം. അത്രയും മതി, അറിയുന്നത് മാത്രം ചെയ്യുക, അതാണ് ഏറ്റവും വേണ്ട കാര്യം. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നതോടെ ചിലപ്പോൾ അത് നോക്കിയില്ല ഇത് നോക്കിയില്ല എന്നുള്ള ടെൻഷൻസ് ഒക്കെ വരാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിച്ച് അത് ചെയ്തിട്ടുണ്ടാകണം കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല സിലബസിന്റെ A to Z കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ ബെസ്റ്റ് എന്താണ് നിങ്ങളുടെ മാക്സിമം ചെയ്തിട്ടുള്ളൂ എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ സിലബസിൽ വേണ്ടത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. ഓക്കെ, പ്രിലിംസ് കിടക്കാൻ അത് തന്നെ ധാരാളം. ഓക്കെ, ഇനി അങ്ങോട്ട് ഈ പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ മെയിൻസിൻ്റെ ആണെങ്കിലും ബാക്കിയുള്ള എക്സാംസിൻ്റെ ആണെങ്കിലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും എൻ്റെതായ ഐഡിയാസും സ്റ്റഡി പ്ലാൻസും അതുപോലെ തന്നെ ടിപ്സും ഒക്കെ ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ഒരു എക്സാമിന് IT കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുറച്ച് കുട്ടികൾ എന്താണ് എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന IT കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ നോക്കട്ടെ, പറ്റിയ അതിൻ്റെ ITയുടെ കുറച്ച് കാര്യങ്ങൾ സോർട്ട് ചെയ്ത് നോട്ടാക്കി ഇടാൻ ശ്രമിക്കാം. അത് അതിനെക്കുറിച്ചുള്ള ഒന്നിലേക്ക് ക്ലാസ് ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഓൾറെഡി എന്താണ് നമ്മളുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്റ്റേജ് എഴുതുന്നത് ജനറലൈസ് ചെയ്ത് കൺസിഡർ ചെയ്തിട്ട് ഞാൻ ഇംഗ്ലീഷ്, മലയാളം, എക്കണോമിക്സ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം ഷോർട്ട് നോട്ട്സ് നിങ്ങളെ കാണിച്ചു തന്നിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് ഈ ഇംഗ്ലീഷിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വൊക്കാബ് പോർഷൻസ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൊക്കാബ് പോർഷൻസ് നിങ്ങൾ ആദ്യം ഒന്ന് നോക്കും. ഇതാണത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറയാത്ത സിനോണിംസ് എന്ന് പറയുന്ന സംഭവം ആദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ അത് ഉൾപ്പെടുത്താത്തതിന്റെ കാരണം മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോഴും സിനോണിംസ് അങ്ങനെ റാൻഡം ആയിട്ട് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഞാൻ വിചാരിച്ചു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു കുറച്ച് പേര് ഇങ്ങനെ സിനോണിംസ് ആന്റണിംസും കൂടെ ഇങ്ങനെ ഷോർട്ട് നോട്ട് ആക്കി തരുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് സെലക്റ്റീവായിട്ട് എടുത്തതാണിത്. ഓക്കെ, സെലക്റ്റീവായിട്ട് എടുത്ത സംഭവങ്ങളാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരേ സമയം സിനോണിം മാത്രമല്ല സ്പെല്ലിങ്ങും കൂടെ ശ്രദ്ധിച്ച് പഠിക്കാൻ പറ്റും. ചില കാര്യങ്ങൾ ഞാൻ മിസ്സിംഗ് ആയിട്ട് എന്തെങ്കിലും തന്നിട്ട് അവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണെന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചാൽ അതൊക്കെ അപ്ലൈ ചെയ്യാൻ ഈ ഒരൊറ്റ സംഭവം നിങ്ങൾക്ക് മതിയാകും. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഈ ലോകത്ത് ഇഷ്ടംപോലെ സിനോണിംസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ വളരെയധികം കാണാൻ സാധ്യതയില്ലാത്ത എന്നാൽ ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബാർബേറസ് ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. കോളസ്, അതുപോലെ ഡെസ്റ്റിറ്റ്യൂട്ട്, ലൊക്കേഷ്യസ്, ഇൻവെറ്ററേറ്റ്, അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മെയിൻസിൻ്റെ ലെവലിലൊക്കെ ഞാൻ ചില സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. അതുപോലെ തന്നെ ഫ്രേസൽ വെർബ്സ് കുറച്ചും കൂടെ സെലക്റ്റീവ് ആയിട്ടാണ് എടുത്തിട്ട്. ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ചോദിച്ചത് എളുപ്പമായിരുന്നു, നമുക്ക് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫ്രേസൽ വെർബ് ആയിരുന്നു. പക്ഷേ ജനറലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത് പുട്ട്. ആ പുട്ടിൻ്റെ എല്ലാ സാധ്യതകളിലും വരുന്ന സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാം എന്നുള്ളതിനേക്കാൾ ഉപരി ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലുക്ക്, പുള്ള്, ഗിവ്, ഇതിൻ്റെയും ടേൺ, കോൾ, ടേക്ക്, മേക്ക്, ഇതിൻ്റെയാണ് ഫ്രേസൽ വെർബ്സ് എന്നുള്ള രീതിയിൽ ഞാൻ സോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നോക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്തിട്ടെങ്കിൽ ഓപ്ഷൻസ് നോക്കി എലിമിനേറ്റ് ചെയ്തെങ്കിൽ ഉത്തരത്തിൽ എത്താൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഫ്രേസൽ വെർബ്സ് മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഇത് കുറേ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ എന്താണ് കുറേ അധികം പറയാൻ പറ്റും. എന്നാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുള്ള ചിലതിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബിബ്ലിയോ ഫൈലൊക്കെ 10th ലെവലിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിലും സ്പെല്ലിംഗ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിലും പഠിക്കാൻ പറ്റും. പിന്നെ ആന്റണിംസ് ആണ് ചെയ്തിട്ടുള്ളത്. ആന്റണിംസും ഞാൻ പറഞ്ഞല്ലോ അത് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ മിസ്സിംഗ് വേർഡ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് ചെന്നിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് കുറച്ച് ചെയ്തു. ഇതിലും നിങ്ങൾക്ക് സ്പെല്ലിംഗ് മനസ്സിലാക്കാൻ പറ്റും, സിനോണിമും ഇതിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഒരു വേർഡിന്റെ സിമിലർ ആയിട്ട് വരുന്ന വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിൽ വരുമല്ലോ ഓരോന്ന് നോക്കുമ്പോൾ, അങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആണെങ്കിലും ഇനി നമ്മൾ ഓൾറെഡി ചെയ്ത ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും അതുപോലെ മാത്സിൻ്റെ ഫോർമുല ഷീറ്റും ഹോട്ട് ടോപ്പിക്സിൻ്റെയും PDF ഒക്കെ കിട്ടാൻ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ്, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കണം. അതിനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ
ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ എടുക്കുമ്പോൾ ജോയിൻ എന്നുള്ളത് കാണും. അതിൽ ലെവൽ 1 എന്നുള്ളത് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഈ നോട്ട്സ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഈ പറയുന്ന നോട്ട്സും ഇപ്പോൾ ഈ തയ്യാറാക്കിയ ഇംഗ്ലീഷിന്റെ പാർട്ട് 2 വൊക്കാബുലറി പോർഷനും ഞാൻ ഇനി പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതും എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ നമുക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. അതായത് നമുക്ക് എക്സാമിന് മുൻപ് വേണ്ട കാര്യങ്ങൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, IT പോലത്തെ സംഭവങ്ങളുടെയൊക്കെ ഒന്ന് നിങ്ങൾക്കൊന്ന് കോൺക്രീറ്റ് ആക്കി അതിനെ ഒന്ന് എന്താണ് വളരെയധികം ചുരുക്കി തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്കണോമിക്സിൽ നിന്നൊക്കെ ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് സ്റ്റേജിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന അനുസരിച്ചാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒറ്റ ടേക്കിനെല്ലാം ഇട്ട് അവസാനിപ്പിച്ചാണ്. പക്ഷേ എനിക്ക് SCRT ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളത് കൊണ്ട് ഞാൻ കിട്ടുന്ന ടൈമിൽ ചെയ്താണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ചാനലിൽ ജസ്റ്റ് ജോയിൻ എന്നുള്ളത് കാണും. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ പറയുന്ന ചാനൽ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്തിട്ട് ലെവൽ 1 മെമ്പർഷിപ്പ് എടുത്താൽ മതി. അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ നോട്ട്സ് കിട്ടുന്നത് എന്നുള്ള കാര്യമൊക്കെ കാണാം. പിന്നെ അല്ലെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ലെവൽ 1 മെമ്പർഷിപ്പ് എടുത്താലും മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ട്സും ഇനി അങ്ങോട്ടുള്ള നോട്ട്സും ഒക്കെ കിട്ടുന്നതായിരിക്കും. മെയിൻസിനും വേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിലൂടെ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ നോട്ട്സും അത്യാവശ്യം നിങ്ങൾക്ക് ഉപകാരപ്പെടും. മാത്രമല്ല നിങ്ങൾ ഹോട്ട് ടോപ്പിക്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലവണ്ണം നോക്കുക. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നല്ലവണ്ണം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ കംപ്ലീറ്റ് പോകുക. കാരണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് ഒരു സർട്ടൻ പെർസെന്റ് തീർച്ചയായിട്ടും ചോദിക്കും. 21 to 25 വരെയുള്ളത് ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ. സ്റ്റിൽ ഇത് നോക്കാത്തവരുണ്ടെങ്കിൽ നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടാത്തവരുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്തിട്ട് എന്നോട് ചോദിച്ചാലും മതി. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാം. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഹോട്ട് ടോപ്പിക്സ്, MAM ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട. നിങ്ങൾ ഓക്കെ ആണ്. ഓക്കെ, നിങ്ങൾ ഇനി ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ സാവധാനം വായിച്ചു മനസ്സിലാക്കി ഉത്തരത്തിലോട്ട് എത്തുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ വലിയ വലിയ കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിലുള്ളതും പോവും, വലുതിട്ട് കിട്ടൂല. അപ്പോൾ ഏറ്റവും നല്ലത് കൂളായിട്ട് ഓരോ ദിവസവും നിങ്ങൾ ഇത്ര ശതമാനം പഠിക്കുക. ഇത്ര ശതമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം നോക്കുക. വളരെ ഹെക്ടിക് ആയിട്ടില്ല, കൺഫ്യൂസ്ഡ് ആക്കാൻ പാകത്തിന് കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കേണ്ട. പറ്റുന്ന പോലെ ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും പാസ്സാകുന്നു മനസ്സിൽ കരുതി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.